ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകൾ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോയ ശേഷം എത്താം. ശ്രീ സുബ്രഹ്മണ്യ സ്വാമി സംസാരിക്കുന്നു. ഞാൻ വരാം. आगे का खत्म अब इसमें अपील है नहीं, इसमें सिर्फ रिव्यू के लिए मांग सकते हैं, वो तो इसी जज के पास जाएंगे। इस जजमेंट के बाद बेफजूल है, और यदि इस जज के सामने दोबारा नहीं जाओगे तो फिर क्यूरेटिव 5 जज के सामने भी नहीं जा सकते हो। वो सब एक औपचारिकता है। मुझे नहीं लगता कि 4 साल से की सजा से। और कुछ कहा है इस मैटर पे? यही कहा है कि भ्रष्टाचार लड़ना हमारा धार्मिक अधिकार है, और ये तुम्हारे अखबार वाले भी सीखना चाहिए। अब सर अगर तमिलनाडु की बात करें तो क्या ऑप्शन बचता है? नहीं, देयर नो ऑप्शन। वो अन्ना डीएमके जो शशिकला जिसकी जनरल सेक्रेटरी है, उसकी पार्टी की मेजॉरिटी है, उसकी जो अब नुमाइंदे वो चुनेगी, उस नुमाइंदे को मुख्यमंत्री तुरंत बनाना चाहिए। और अब जो गवर्नर को किसी हालत में यानी देरी नहीं करनी चाहिए, और करेंगे तो फिर वो भी एक केस बनेगा। Supreme Court convict Sasikala. Yes, I have been saying so, that I am expecting conviction. How many times I have told you? But you people of the press have been spreading false news about me, that I have filed a petition in the Supreme Court when I never filed one. So you press, now I think I should devote some attention to corruption in the press. But lot of option. The option she has, her party has got the majority, clear. And her ADMK's nominee should be now immediately sworn in by the governor. You should not delay any further. സുബ്രഹ്മണ്യ സ്വാമിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ശശികല മുഖ്യമന്ത്രി ആകില്ല, 10 വർഷത്തേക്ക് മത്സരിക്കാനാവില്ല, ശശികല ജയിലിലേക്കാകും പോകുക. ഇനി ഏതായാലും ഇത്രയും ദിവസങ്ങളിൽ ശശികല ഹാൻഡിൽ ചെയ്ത രാഷ്ട്രീയം, തമിഴ്നാട് രാഷ്ട്രീയം ഇനിയിപ്പോൾ നിയമത്തിന്റെ വഴിയിലേക്ക് കൂടി ഹാൻഡിൽ ചെയ്യപ്പെടുകയാണ്. പോലീസ് ഇപ്പോൾ ഗോൾഡൻ ബേ ഗാർഡനിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് റിസോർട്ടിൽ വെച്ച് ഈ വാർത്ത ശശികല ശ്രവിച്ചത്. ഏതായാലും ഈ മണിക്കൂറിലെ നിർണായകമായ വിവരം സുപ്രീം കോടതിയുടെ ആ വേർഡിക്റ്റ് തന്നെയാണ്. അതിലേക്ക് തന്നെ ഒരിക്കൽ കൂടി പോവുകയാണ്. ഞങ്ങളുടെ സുപ്രീം കോടതി റിപ്പോർട്ടർ സന്തോഷ് സാർലിംഗിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഒരുപക്ഷെ ഈ ഒരു 10 മിനിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും വലിയ നിർണായകമായ ഒരു 10 മിനിറ്റായി തന്നെയാകും വിലയിരുത്തപ്പെടുക. ചരിത്രം ആ വിധത്തിൽ തന്നെയാകും കാൽക്കുലേറ്റ് ചെയ്യപ്പെടുക. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരുന്നു ഈ 10 മിനിറ്റ് കോർട്ടിനുള്ളിൽ നേരിട്ട് സംഭവങ്ങൾ വീക്ഷിച്ച ഈ വിധി പ്രസ്താവം വിശദമായി കേട്ട ഒരു റിപ്പോർട്ടർ എന്ന രീതിയിൽ സർലീൻ? സൗമ്യ, പിനാക്കി ചന്ദ്രഘോഷ്, അമിതാവ് റോയ് എന്നിവർ തങ്ങളുടെ ജഡ്ജ്മെന്റ് വായിക്കുകയായിരുന്നു. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭിന്ന അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നെങ്കിലും ഇരുവരും സംയുക്തമായി ബാംഗ്ലൂർ വിചാരണ കോടതിയുടെ കണ്ടെത്തലുകൾ ശരിവച്ചു. നേരത്തെ ബാംഗ്ലൂർ ഹൈക്കോടതി ഈ ശിക്ഷാവിധി റദ്ദാക്കിയിരുന്നു. ഇത് സുപ്രീം കോടതി അംഗീകരിച്ചില്ല, അത് തള്ളി. പകരം വിചാരണ കോടതി കണ്ടെത്തലുകൾ പൂർണ്ണമായും ശരിവച്ച് വിചാരണ കോടതി ശിക്ഷ ഇപ്പോൾ നിലനിർത്തിയിരിക്കുകയാണ്. സുപ്രീം കോടതി ശശികല ഭർത്താവ് നടരാജൻ, ബന്ധുക്കളായ ഇളവരശി, സുധാകരൻ തുടങ്ങിയവർക്ക് ജയിലിലേക്ക് പോകാനും സുപ്രീം കോടതി അപ്പോൾ തന്നെ ആ വിധിന്യായത്തിലൂടെ നിർദ്ദേശം നൽകി. 4 വർഷത്തെ തടവ് ശിക്ഷയാണ് ഈ എല്ലാവർക്കും വിധിച്ചിരിക്കുന്നത്. 10 കോടി രൂപ പിഴയും ഈടാക്കണം. 2 കാര്യങ്ങൾ ഈ 4 പേർക്കുമെതിരെ സുപ്രീം കോടതി കണ്ടെത്തി. അതായത് പ്രോസിക്യൂഷൻ നേരത്തെ ചാർജ് ചെയ്യുന്ന പ്രകാരം ശശികല ജയലളിത ജീവിച്ചിരുന്ന കാലത്ത് 91-96 കാലഘട്ടത്തിൽ അവർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അഴിമതി നടത്താൻ കൂട്ടുനിന്നു, അഴിമതിക്ക് പ്രേരകയായി എന്ന പ്രോസിക്യൂഷൻ ചാർജിന്റെ ആദ്യഘട്ടം സുപ്രീം കോടതി അംഗീകരിച്ചു. മറ്റൊന്ന്, അവർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അത് കാലം കഴിഞ്ഞ് പിന്നിടുമ്പോൾ അവരുടെ സമ്പാദ്യം ആദ്യ വർഷത്തേക്കാൾ 20 ഇരട്ടി വർദ്ധിച്ചു എന്നും സുപ്രീം കോടതി കണ്ടെത്തി. മൂന്നാമത്തെ കാര്യം, 32 കമ്പനികളിലായി ഈ അനധികൃത സമ്പാദ്യങ്ങൾ ശശികലയും ബന്ധുക്കളും നിക്ഷേപിച്ചു എന്നാണ് സുപ്രീം കോടതിയുടെ മറ്റൊരു കണ്ടെത്തൽ. ഇത് വിചാരണ കോടതി കണ്ടെത്തൽ, ഇത് സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നു. സുപ്രീം കോടതി പറഞ്ഞൊരു പരാമർശമാണ് വളരെ ശ്രദ്ധേയമായത്. സമൂഹത്തിൽ അഴിമതി വളർന്നു വരുന്നതിന്റെ തെളിവാണ് ഇത്തരം അഴിമതി. ഏതായാലും ഇവിടെ സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത് പൂർണ്ണമായും ഈ വിചാരണ കോടതിയുടെ കണ്ടെത്തലുകളെ ശരിവെക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് കൂടിയാണ് സുപ്രീം കോടതി എടുത്തിരിക്കുന്നത് എന്ന് തന്നെയാണ് സുപ്രധാനം. ജനങ്ങളുടെ പ്രതികരണം വരുന്നുണ്ട്. ஒரு வார காலமாக என்ன நடந்து கொண்டிருக்கின்றது, இதற்கு பின்னாடி, இந்த தீர்ப்புக்கு பின்னாடி யார் இருக்கின்றார் என்பதை நன்கு அறிவார்கள். புரட்சி தலைவர் எம்ஜிஆர் அவர்கள் மறைவுக்கு பின் இந்த இயக்கம் அழிந்துவிடும் என்று நினைத்தார்கள். ஆனால் புரட்சி தலைவி அம்மா அவர்கள் நான் இருக்கிறேன் என்று இந்த கழகத்தை
ശശികലയെ അല്പസമയത്തിനകം അറസ്റ്റ് ചെയ്യും എന്ന റിപ്പോർട്ടാണ് ഏറ്റവും പുതുതായി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. പോലീസ് അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പോലീസ് മാത്രമല്ല, വലിയൊരു പ്രൊട്ടക്ഷൻ തന്നെയാണ് ഇപ്പോൾ ഗോൾഡൻ ബേ റിസോർട്ടിൽ ഉള്ളത്. വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. അവിടെ ഒരു പരിധിവരെ AIDMK പ്രവർത്തകരുടെ വലിയ പ്രതിഷേധമുണ്ട്. പക്ഷേ അതിനെല്ലാം കവർ ചെയ്ത രീതിയിൽ ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം പ്രതിഷേധങ്ങളെയെല്ലാം തടയുന്ന രീതിയിൽ, അതായത് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാത്ത രീതിയിലുള്ള വലിയ ഒരു ഫോഴ്സിനെ അവിടെ ഒരുക്കി. അതായത് നേരത്തെ തന്നെ കാര്യങ്ങളെല്ലാം സജ്ജമായിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കാൻ. അല്പസമയത്തിനകം ശശികലയുടെ അറസ്റ്റ് ഉണ്ടാകും. അവിടെ നിന്നുള്ള വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നുണ്ട്. മനു, എങ്ങനെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? വളരെ നിർണായകമായ നീക്കങ്ങളാണ് ഇപ്പോൾ കൂവത്തൂരിലെ റിസോർട്ടിന് മുന്നിൽ നടക്കുന്നത്. ശശികലയെ അറസ്റ്റ് ചെയ്തേക്കുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പോലീസുകാർ ഇപ്പോൾ റിസോർട്ടിന് സമീപത്തേക്കും മറ്റും എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ നേതാക്കൾ റിസോർട്ടിനകത്ത് തന്നെയാണ് ഉള്ളത്. ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ തമ്പിദുരൈ അടക്കമുള്ള നേതാക്കൾ റിസോർട്ടിനകത്തുണ്ട്. ഈ വിധി കേട്ടതിന് തൊട്ടു പിന്നാലെ ശശികല ഈ നേതാക്കൾക്ക് മുന്നിൽ വിതുമ്പി കരഞ്ഞു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിനുശേഷം ഇനി എന്ത് നീക്കങ്ങൾ നടത്തും, മറ്റൊരു നേതാവിനെ പോലും ഈ നിയമസഭാ കക്ഷി നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുമോ എന്നത് സംബന്ധിച്ചുള്ള സംശയങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ശശികലയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടന്നേക്കുമെന്ന് വിവരങ്ങൾ ലഭിക്കുന്നത്. ഇതിനിടയിൽ ഈ ശശികല അനുകൂലികൾ ചെറിയ ബഹളം റിസോർട്ടിനകത്ത് വയ്ക്കുന്നുണ്ട്. കൂടുതൽ പോലീസുകാരെയും മറ്റുമാണ് വിന്യസിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് പോലീസുകാരെ റിസോർട്ടിന്റെ സമീപ പ്രദേശങ്ങളിലും മറ്റും വിന്യസിച്ചിട്ടുണ്ട്. റിസോർട്ടിന് അകത്ത് ചില MLA മാർ ശബ്ദമുയർത്തുന്നതായുള്ള റിപ്പോർട്ടുകളും മറ്റും ലഭിക്കുന്നുണ്ട്. പുറത്ത് ശശികല അനുകൂലികൾ ചില പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. ഇവരെ നിയന്ത്രിക്കുന്നതിനായി കൂടുതൽ പോലീസുകാരെ കൂടി സ്ഥലത്തേക്ക് വിന്യസിക്കുമെന്നാണ് അറിയുന്നത്. എന്തായാലും നിയന്ത്രണ വിധേയമല്ലാത്ത സ്ഥിതിവിശേഷങ്ങളിലേക്കാണ് കൂവത്തൂരിലെ റിസോർട്ടിലെ ക്യാമ്പിലേക്ക് പോവുകയാണ്. 11 MLA-മാർ കൂടി പനീർശെൽവത്തെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾക്ക് കണ്ടാൽ മനസ്സിലാകും. എല്ലാ സജ്ജീകരണങ്ങളും, ശശികലയെ അല്പസമയത്തിനകം അറസ്റ്റ് ചെയ്യും, അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും, അതായത് ആയിരക്കണക്കിന് ഫോഴ്സിനെയാണ് ഇപ്പോൾ അവിടെ നിയമിച്ചിട്ടുള്ളത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉഷ, ഒരുപക്ഷെ ഈ ഒരു വിധിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു OPS. എല്ലാം അവിടെ തയ്യാറായി കഴിഞ്ഞിരുന്നു അറസ്റ്റ് ചെയ്യാനായിട്ടുള്ളത് എല്ലാം. കാരണം ഞാൻ പറഞ്ഞില്ലേ, അവര് ഇതിന്റെ അകത്തുനിന്ന് രക്ഷപ്പെട്ടു പോവില്ല എന്ന് OPS-ന് മാത്രമല്ല ലോക ജനതയ്ക്ക് അറിയാമായിരുന്നു. കാരണം അമ്മയെ പെടുത്തിയതാണ് 91 മുതൽ 96 മുതൽ അവർ രണ്ടുപേരും ഒന്നിച്ചുള്ള. പക്ഷേ ഇന്ന് അതിനൊരു നിർണായക ഘട്ടം. 10 വർഷം അവർക്ക് ഇലക്ഷന് പോലും നിൽക്കാൻ പറ്റില്ല. ഈ 10 വർഷത്തിനുള്ളിൽ അവർക്ക് ഏകദേശം 60 വയസ്സ് കഴിഞ്ഞ ഒരാളാണ്, 60-65 വയസ്സായി. ഇനി അങ്ങോട്ട് അവർക്കൊരു പൊളിറ്റിക്കൽ ഇത് വരില്ല. പിന്നെ ഉള്ളത് അമ്മയുടെ ശിഷ്ടകാലത്ത്, ഇല്ലെങ്കിൽ അമ്മ കൂടെ ഇരിക്കുന്ന സമയത്തൊക്കെ അവർക്ക് കൊടുത്ത ആ സ്വത്തുക്കളും കാര്യങ്ങളും ഒക്കെ ബാക്കിയുള്ള കാലം നോക്കി നടത്തിയിട്ട് ആ ഒരു ജയിൽവാസം 4 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമെന്ന് നോക്കാം. പക്ഷേ വളരെ വ്യക്തമായിട്ട് OPS-ന് അറിയാമായിരുന്നു ഇന്ന് അറസ്റ്റ് നടക്കും. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നല്ലതേ നടക്കുള്ളൂ, ധർമ്മം ജയിക്കുമെന്ന്. ധർമ്മം തലയിൽ കാത്തു. ഇതാ ഇപ്പൊ തന്നെ എല്ലാ സന്നാഹങ്ങളും കൂടെ, കാരണം ഇത്രയും വലിയൊരു പോലീസ് പ്രൊട്ടക്ഷനെ മാറ്റി നിർത്തി അവർക്ക് എങ്ങോട്ടും ഇനി വാനിഷ് ആകാൻ പറ്റത്തില്ല. കാരണം തീർച്ചയായും അറസ്റ്റാണ് അടുത്ത ഘട്ടം. ശ്രീ സുരേഷ് ബാബു, അതായത് ഈ ഒരു വിധി എന്ന് പറയുന്നത് കേവലം ഒരു അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ വിധി മാത്രമല്ല, ശശികല എന്ന വ്യക്തിയെ, അതിനും അപ്പുറത്തേക്ക് മണ്ണാർക്കുടി മാഫിയെ തന്നെ തൂത്തെറിയുന്ന രീതിയിലേക്കുള്ള ഒരു വിധിയായി തന്നെയാണോ വിലയിരുത്തപ്പെടുക? ശ്രീ സുരേഷ് ബാബു. ജനാധിപത്യ ഭാരതത്തിലെ ഈ ഒരു വിധി അഴിമതിക്കെതിരായ ഒരു പോരാട്ടത്തിൻ്റെ അതിശക്തമായ മുന്നൊരുക്കങ്ങളാണ് അത് നടത്തിയിരിക്കുന്നത്. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സുപ്രീം കോടതി വിധി എത്ര തന്നെ ശ്ലാഘിച്ചാലും മതിയാകാത്ത തരത്തിലുള്ളൊരു വിധിയാണ്. സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു വലിയ വിപത്താണ് അഴിമതി. ആ അഴിമതിക്ക് ഏകാധിപത്യത്തിൻ്റെ ശബ്ദവും ഉണ്ടായിരുന്നു. ജയലളിതയുടെ നേതൃത്വത്തിൽ ഒരു ഏകാധിപത്യത്തിൻ്റെ ശബ്ദത്തിലൂടെ നടത്തിയ അഴിമതികളുടെ അവസാനത്തെ കൺഗ്ലോമറേഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കൂട്ടുനിന്നും അവരെ പ്രേരിപ്പിച്ചു എന്നുള്ളതുമായിട്ടുള്ള ശശികലയും നടരാജനും അതുപോലെയുള്ള ആളുകളും ഒക്കെ കൂടി വന്നിട്ടുള്ള ഒരു സ്ഥിതിയിൽ കീഴ്ക്കോടതി വിധി അംഗീകരിക്കപ്പെടുന്ന സാഹചര്യം ഇന്ന് സുപ്രീം കോടതി വിധിയിലൂടെ വന്നിരിക്കുകയാണ്. സുപ്രീം കോടതി വളരെ കർക്കശമായ സമീപനമാണ് അക്കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. അഴിമതി തുടച്ചു നീക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഇത്തരം നേതൃത്വപരമായ ആളുകളുടെ നേരെ ചൂണ്ടേണ്ടുന്ന വിരലുകൾ ചൂണ്ടുക തന്നെ വേണം എന്ന
ഭംഗ്യന്തരയുള്ള ഒരു 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 സന്ദേശമാണ് ഈ വിധിയിലൂടെ വന്നിട്ടുള്ളത്. ശശികല ഈ വിധി ചോദിച്ചു വാങ്ങിയതാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞാൻ തിരികെ എത്താം ശ്രീ സുരേഷ് ബാബു. വലിയ ചില കാര്യങ്ങൾ കൂടി ഇതോടൊക്കെ അനുബന്ധിച്ച് നടക്കുന്നുണ്ട്. അതായത് റിസോർട്ടിൽ, ഗോൾഡൻ ബെയർ റിസോർട്ടിൽ പനീർശെൽവത്തിനോടൊപ്പം പോകാം എന്ന് നിലവിൽ തീരുമാനമെടുത്തിട്ടുള്ള MLA അടക്കമുള്ളവരുടെ ഒരു കൂടിക്കാഴ്ച ഇപ്പോൾ ഗോൾഡൻ ബെയർ റിസോർട്ടിൽ നടക്കുന്നുണ്ട്. കാരണം ഇനി ശശികലയ്ക്കൊപ്പം നിന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്നൊരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. എന്നാൽ മറ്റേതെങ്കിലും ഒരു നേതൃത്വം ഇതിലേക്ക് ശശികല ക്യാമ്പിലേക്ക് എത്തുമോ എന്ന തരത്തിലും കാര്യങ്ങൾ പോകുമോ എന്നുള്ള സംശയവും ഉണ്ട്. അത്തരത്തിൽ കൂടി നിരീക്ഷണങ്ങൾ കൂടി വരുന്നുണ്ട്. ഏതായാലും പനീർശെൽവത്തിനൊപ്പം നിൽക്കുന്നവർ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കണ്ടേക്കും എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. വലിയൊരു സജ്ജീകരണം ഈ ഒരു വിധി വരാൻ വേണ്ടി കാത്തിരുന്നത് പോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെയാണ് വിധി വന്ന നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആയിരക്കണക്കിന് പോലീസുകാരാണ് ഗോൾഡൻ ബെയർ റിസോർട്ടിലേക്ക് എത്തിയത്. ഏതായാലും ശശികലയുടെ അറസ്റ്റ് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു കൂടി നമ്മോടൊപ്പം ചേർന്നുണ്ട്. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ശശികല എന്ന ഒരു അധ്യായം ഇതോടുകൂടി അടയുകയാണോ? അങ്ങനെ പറയുമ്പം സ്വാഭാവികതയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന അങ്ങനെയാണ്. ഭാഗ്യം തീരെ തുണയ്ക്കാത്ത നേതാവാണ് ശശികല എന്ന് അവർ തെളിയിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ കഴിഞ്ഞ 7-ാം തീയതി അവർ മുഖ്യമന്ത്രി ആകേണ്ടതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഗവർണറുടെ ഒരു ദിവസത്തെ ഉദാസീനതയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വരാൻ കഴിയാതെ പോയതോ ആണ് അവർ മുഖ്യമന്ത്രി കസേരയിൽ കയറാൻ കഴിയാതെ പോയത്. ഏതായാലും എന്നേക്കുമായി അവർ ആ ആഗ്രഹമോ അത്യാഗ്രഹമോ കൈയൊഴിയാൻ പോവുകയാണ് എന്നത് വ്യക്തമായി. ഇത് ശശികലയെ സംബന്ധിച്ച്. പക്ഷേ തമിഴ്നാട് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഇത് വളരെ ശുഭസൂചകമായ ഒരു കാര്യമാണ്. അവിടുത്തെ ജനതയോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ യുദ്ധം ചെയ്തിട്ടൊന്നുമല്ല ഇത് നേടിയത്. സാധാരണക്കാർക്ക് കഴിയാത്തത് ചിലപ്പോൾ കോടതികൾക്ക് കഴിയാറുണ്ട്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെ കാര്യത്തിൽ എന്ന മാതിരി അവസാന ഘട്ടത്തിൽ കോടതി രംഗത്ത് വന്ന് ജനാധിപത്യ പുനഃസ്ഥാപനത്തിന് വേണ്ടി ശബ്ദമുയർത്തിയുണ്ടായി. ഷാ കമ്മീഷൻ പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേമാതിരി ഒരിക്കൽ കൂടി സുപ്രീം കോടതി അതിൻ്റെ ജെനുവിൻ മുഖം, ഡെമോക്രാറ്റിക്കായ ഒരു ഫേസ് കാണിക്കുകയും വലിയ ആഘാതമുണ്ടാക്കാൻ കഴിയുന്ന, ശരിക്കും പറഞ്ഞാൽ വലിയ നിലവാരത്തിൽ അശനീപാതം പോലെ തമിഴ് ജനതയുടെ മേൽ വീഴാവുന്ന ഒരു ശാപം അത് ഒഴിവാക്കി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു എന്നത് വലിയൊരു കാര്യമാണ്. അതാണ് ഒരുപക്ഷെ ആ ജനതയുമായി ബന്ധിപ്പിച്ച് നമുക്കിപ്പോൾ ആലോചിക്കാൻ കഴിയുന്നത്. സൗമ്യ, ഭാഗ്യം കൊണ്ടൊരു ജനത ജനാധിപത്യ വിരുദ്ധ പ്രവണതകളിൽ നിന്നും മാഫിയ രാഷ്ട്രീയത്തിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു ഈ വിധിന്യായത്തിലൂടെ. ഏതായാലും ശശികലയുടെ അറസ്റ്റ് അല്പസമയത്തിനകം തന്നെ ഉണ്ടായേക്കും. പോലീസിനെ പൂർണ്ണമായും വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഗോൾഡൻ ബെയർ റിസോർട്ടിൽ അവിടെയുള്ള MLA കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ, ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. അവിടെ രണ്ട് കാര്യങ്ങളിലേക്കുള്ള നിഗമനങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കും. ഒന്ന്, OPS-നൊപ്പം പോകണോ എന്നുള്ള കാര്യം, ഒപ്പം മറ്റ് ഏതെങ്കിലും തരത്തിലേക്കുള്ള തീരുമാനങ്ങൾ ശശികല ക്യാമ്പ് എടുക്കുമോ എന്നുള്ള കാര്യങ്ങളിലേക്കും. ശ്രീ വി രാജേഷ് കൂടി ചേരുന്നുണ്ട്. എങ്ങനെയാണ് വി രാജേഷ് ഇനിയുള്ള സംഭവങ്ങളെ എങ്ങനെയാണ് നിരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്? സൗമ്യ, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തി, മനോഹാരിത, ഇന്ത്യൻ ഒരു സെക്കൻഡ്, പനീർശെൽവം ക്യാമ്പിലെ ആഘോഷങ്ങളാണ് ഇപ്പോൾ തമിഴ് ചാനലുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കൂടുതൽ ആളുകൾ ഈ ഒരു പല രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ആയാലും അല്ലാതെയും തെരുവുകളിലേക്കും ഒക്കെ തന്നെയും പനീർശെൽവത്തിന് കൂടുതൽ ഒരു സപ്പോർട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും ചിന്നമ്മ എന്ന രീതിയിൽ ശശികല നേടിയിരുന്ന ആ ഒരു സപ്പോർട്ട് പോലും ഇപ്പോൾ പനീർശെൽവത്തിനൊപ്പം പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു ട്വീറ്റിൽ കണ്ടു, അതായത് പനീർശെൽവത്തിന് ഇപ്പോൾ ഉള്ളത് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന 100 ആൾക്കാരും ശശികല ഹേറ്റേഴ്സ് ആയ 1000 ആൾക്കാരും എന്ന രീതിയിൽ. ശശികലയ്ക്ക് പകരം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ, മുഖ്യമന്ത്രിയാകാനുള്ള ആളെ ഉടൻ തീരുമാനിക്കുമെന്ന തരത്തിലുള്ളൊരു ഏറ്റവും പുതിയ സൂചന കൂടി വരുന്നുണ്ട്. ആ വിധത്തിൽ കൂടിയാണ് സൂചനകൾ വരുന്നത്. ഒരുപക്ഷെ ഗോൾഡൻ ബെയർ റിസോർട്ടിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വിധി വരുന്നതിന് തൊട്ടു മുൻപ് തമ്പിദുരൈ അടക്കമുള്ളവരുമായി ശശികല നടത്തിയ ചർച്ചകളും ഒരുപക്ഷെ അത്തരത്തിലുള്ള ചില സൂചനകൾ കൂടി നൽകുന്നതായിരുന്നു. അങ്ങനെ ഒരു തീരുമാനത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനു ചേർന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി. മനു, അങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് പോകാനുള്ള ഒരു സാധ്യത, അങ്ങനെയുള്ള ചർച്ചകൾ, അതിന്റെ ഒരു സാധ്യത എങ്ങനെയാണ് കാണുന്നത്? മനു.
അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുകയാണ്. എടപ്പാളി പളനിസ്വാമിയോ അതല്ലെങ്കിൽ കെ എ സെങ്കോട്ടയ്യനെയോ പകരം സ്ഥാനാർത്ഥി ഈ നിയമസഭാ കക്ഷി നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഒരു ചർച്ച നടക്കുന്നു എന്ന വിവരം ലഭിക്കുന്നുണ്ട്. വൈകാരികമായ പ്രകടനങ്ങളായിരുന്നു സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെ ഉണ്ടായത്. ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ തമ്പി ദുരൈ അടക്കം അണ്ണാ DMKയുടെ മുതിർന്ന നേതാക്കളെല്ലാം ഈ ഗോൾഡൻ ബേ റിസോർട്ടിൽ ഉണ്ടായിരുന്നു. ഈ സുപ്രീം കോടതി വിധി 4 വർഷത്തേക്ക് ജയിലിലേക്ക് പോകേണ്ടി വരുമെന്ന സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെ വിതുമ്പിക്കൊണ്ടാണ് ശശികല നേതാക്കൾ മുമ്പാകെ പ്രതികരിച്ചത് എന്നാണ് അറിയുന്നത്. മുതിർന്ന നേതാക്കളൊക്കെ ഇപ്പോഴും ഗോൾഡൻ ബേ റിസോർട്ടിലുണ്ട്. ഇതിനിടയിൽ ഈ റിസോർട്ടിലുള്ള 121 MLA-മാരിൽ 11 MLA-മാർ കൂടി പനീർസെൽവത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു എന്നാണ് അറിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് MLA-മാർ പനീർസെൽവത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. കൂടുതൽ MLA-മാർ കൂടി പനീർസെൽവ പക്ഷത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. നിലവിൽ 9 MLA-മാരുടെ പനീർസെൽവം അടക്കം 9 MLA-മാരുടെ പിന്തുണയാണ് പനീർസെൽവത്തിന് ഉണ്ടായിരുന്നത്. 13 MP-മാരുടെ പിന്തുണയും പനീർസെൽവത്തിന് ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് 11 MLA-മാർ കൂടി പനീർസെൽവത്തിനൊപ്പം പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ 18 MLA-മാരെങ്കിലും കുറഞ്ഞതു മതി പനീർസെൽവത്തിന് ഒരു സർക്കാർ രൂപീകരണത്തിന്റെ സാധ്യതകൾ തെളിയാൻ. ഈ പനീർസെൽവത്തിന് സർക്കാർ രൂപീകരിക്കാനും മറ്റും ഒരു അവസരം ലഭിച്ചാൽ പിന്തുണയ്ക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം DMK പാർട്ടി യോഗം ചേർന്നപ്പോൾ വർക്കിംഗ് പ്രസിഡന്റ് MK സ്റ്റാലിൻ നിർദ്ദേശിച്ചത്. 89 DMK അംഗങ്ങളും പനീർസെൽവത്തെ പിന്തുണയ്ക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. 8 കോൺഗ്രസ് അംഗങ്ങളും പനീർസെൽവത്തെ പിന്തുണയ്ക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ കുറഞ്ഞ സീറ്റ് 117 ആണ്. ഈ സീറ്റ് സുഗമമായി നേടാൻ പനീർസെൽവത്തിന് ഇങ്ങനെയെങ്കിൽ സാധിക്കും. ഇത്തരമുള്ള നീക്കത്തിലേക്ക് കടക്കുമ്പോഴാണ് പകരം ഒരു നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്ന ഒരു ചർച്ചകളും ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിക്കുള്ളിൽ തന്നെ ബംഗളൂരു പ്രത്യേക കോടതിയിൽ തന്നെ ശശികല കീഴടങ്ങുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ ഒരു തീരുമാനം ശശികല അല്പസമയങ്ങൾക്കകം കൈക്കൊണ്ടില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കവും നടക്കുന്നുണ്ട്. അതേസമയം പനീർസെൽവം ക്യാമ്പ് ആഘോഷ തിമിർപ്പിലാണ്. വലിയ മറ്റുമാണ് പനീർസെൽവം അനുകൂലികളും ഉള്ളത്. ഇതിനിടയിൽ ശശികല അനുകൂലികൾ ഈ റിസോർട്ടിന് മുന്നിൽ ചില പ്രതിഷേധങ്ങൾ മറ്റും ഉയർത്തി. വലിയ പോലീസ് സന്നാഹമാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. ആയിരക്കണക്കിന് പോലീസുകാരെയും മറ്റുമാണ് റിസോർട്ടിന് മുന്നിൽ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഒരു വൈകാരികമായ പ്രകടനം, ഒരു അനിയന്ത്രിതമായ പ്രകടനം ശശികല അനുകൂലികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്ന് കണക്കുകൂട്ടിയാണ് കൂടുതൽ പോലീസുകാരെ കൂടി മുതിർന്ന IPS ഉദ്യോഗസ്ഥരുടെയും മറ്റും നേതൃത്വത്തിൽ ഈ റിസോർട്ടിന് മുന്നിൽ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ 11 MLA-മാർ പനീർസെൽവത്തിന് പിന്തുണ പ്രഖ്യാപിക്കാൻ വീണ്ടും തയ്യാറായിരിക്കുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ 20 MLA-മാരുടെ പിന്തുണ പനീർസെൽവത്തിന് കൈവരും. സ്വാഭാവികമായും മറ്റു പാർട്ടികളുടെ പിന്തുണ കൂടി കൈവന്നാൽ സർക്കാർ രൂപീകരണത്തിന് യാതൊരു തടസ്സവും പനീർസെൽവത്തിന് മുന്നിൽ ഉണ്ടാവുകയില്ല. അല്ലെ, നമ്മുടെ ജനാധിപത്യത്തിൻ്റെയും ഇന്ത്യൻ ജുഡീഷ്യറിയുടെയും ഒരു വിജയമാണ്. കുറച്ചൊക്കെ പോരായ്മകളുണ്ടെങ്കിലും എപ്പോഴായാലും അത് കരുത്താർജിച്ച് വീണ്ടും തിരിച്ചു വരുമെന്നുള്ളതിൻ്റെ ഉത്തമ സൂചനയാണ്. ഇപ്പോൾ നിയമപരമായി കൂടി ധാർമ്മികമായി തമിഴ്നാടിൻ്റെ മനസ്സിലും ഇന്ത്യൻ മനസ്സിലും ജനമനസ്സുകളിലൊക്കെ തന്നെ ശശികല എന്നേ കുറ്റക്കാരിയായി മാറിക്കഴിഞ്ഞു. നിയമപരമായി നമ്മുടെ പരമോന്നത നീതിപീഠം കൂടി വിധിച്ചതോടുകൂടി എനിക്ക് ശശികല എന്നുള്ളൊരു വ്യക്തിയിലുപരി നമ്മുടെ ജനാധിപത്യത്തിലും ജുഡീഷ്യറിയിലുമുള്ള വിശ്വാസം ഇന്ത്യൻ ജനതയ്ക്ക് കൂടുകയാണ്. എന്തായാലും തമിഴ്നാടിനെ കാത്തിരിക്കുന്നത് വളരെ മനോഹരമായ നല്ല ദിനങ്ങളാണ്. അതിന് കേന്ദ്ര സർക്കാരിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉണ്ടാകും. ഒരുപക്ഷെ ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നുവെങ്കിലും വിദ്യാസാഗർ റാവു എന്ന ഗവർണർ വളരെ അവധാനതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. നമ്മളൊക്കെ തന്നെ മാധ്യമങ്ങളൊക്കെ വിമർശിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലമുള്ള രാഷ്ട്രീയ പരിചയത്തിൽ നിന്നുകൊണ്ട് അവധാനതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തതുകൊണ്ടാണ് സുപ്രീം കോടതി തന്നെ ഇത്രത്തോളം വലിയൊരു മാഫിയാണെന്ന് കണ്ടെത്തിയ ശശികലയുടെ കയ്യിലേക്ക് തമിഴ്നാടിൻ്റെ ഭരണം പോകാതിരിക്കാനായിട്ട് അതിൻ്റെ ഒരു ഇടയാക്കിയ സാഹചര്യം. മറ്റൊന്നുകൂടി ഈ അവസരത്തിൽ പ്രസക്തമാകുന്നു. ജയലളിതയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകൾ ഉണ്ട് എന്ന് ചോദ്യങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ അതുകൂടി ഒരുപക്ഷെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുത കൂടി ഈ അവസരത്തിൽ പ്രസക്തമാണ്.